വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. അതിൻ്റെ മൊത്തം ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഏകദേശം ഒരു 70 ക്വസ്റ്റ്യനോളം കേട്ടോ. 70 ക്വസ്റ്റ്യനോളം നമുക്ക് ഇതിനകത്തിലുണ്ട്. ഫുൾ ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ലെറ്റേഴ്സസ് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ലാസ്റ്റിലത്തെ എക്സസൈസ് ഉണ്ടല്ലോ, അത് ഞാൻ എഴുതിയിട്ടില്ല. കാരണം അത് നമുക്ക് ഒരു ലിങ്കിൽ ഇടാൻ വേണ്ടി ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്തിലായി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ആവുന്നതുപോലെ എനിക്ക് തോന്നി കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ 1ാമത്തെ പാർട്ട് കണ്ടവർ അതിൻ്റെ ബാക്കിയായിട്ടുള്ളത് എഴുതിയെടുക്കുക കേട്ടോ. കാരണം എല്ലാം ഇതിനകത്തിലുണ്ട്. നിങ്ങൾ എവിടെ വരെ എഴുതിയെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അവനവൻ്റെ ബാക്കിയായിട്ട് എഴുതിയെടുക്കണേ. ഇതുവരെ എഴുതിയൊരു കേട്ടോ. അഥവാ ഇതുവരെ എഴുതാത്തവർ ഞാൻ വായിച്ചു തരാം കുഞ്ഞുങ്ങളെ, കേട്ടിരുന്നോണം. ഞാൻ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ഇത് നോട്ട്സാണ്. നോക്കാം. ഡു ആൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്? എല്ലാ പൂക്കളിൽ നിന്നും കായ്കൾ ഉണ്ടാകുമോ? നോ, ഇല്ല. ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. എല്ലാ പൂക്കളിൽ നിന്നും കായ്കൾ ഉണ്ടാകുന്നില്ല. സം ഓഫ് ദ ഫ്ലവേഴ്സ് സീൻ എറൗണ്ട് യു ആർ ഗിവൺ ഇൻ ദ പിക്ചർ ബിലോ. വിച്ച് ഓഫ് ദീസ് ഫ്ലവേഴ്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ? നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളാണ് താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിലേതെല്ലാം പൂക്കൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നാണ്. അതിനകത്തിൽ മുക്കുറ്റിയുണ്ട് കേട്ടോ. ല്യൂക്കസ് എന്നാവും കുഞ്ഞുങ്ങളെ തുമ്പപ്പൂവിന് പറയുന്നത്. ഓസിമം എന്ന് വെച്ചാൽ തുളസിയാണ്. തൊട്ടാവാടി, ടച്ച് മീ നോട്ട്, അതിന് വേറെയും പേരുണ്ട്. നമ്മൾ പറയാൻ എളുപ്പത്തിന് വേണ്ടിയാണ് സത്യത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ കണിക്കൊന്നപ്പൂവ് കേട്ടോ. കണിക്കൊന്നപ്പൂവ്, അതിനും ഗോൾഡൻ ഫ്ലവർ എന്നോ എന്തൊക്കെയോ വേറെയും പേരുകളുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൻ പുറത്തുകാർ ഏത് പേരിലാണ് പറയുന്നതെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പേരാണ് കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ പടമാണത്. അടുത്തത് പൂക്കൾ, അവയുടെ നിറം, മണം, ഇതളുകളുടെ എണ്ണം അല്ലേ. പൂക്കൾ, അവയുടെ നിറം, മണം, ഇതളുകളുടെ എണ്ണം എന്നിവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അത് റഫായിട്ടൊരു ബോക്സിൽ എഴുതിയെടുക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്, പല തരത്തിലുള്ള പൂക്കൾ അല്ലേ, പല തരത്തിലുള്ള കളറുകൾ, മണം, അതുപോലെ തന്നെ അതിൻ്റെ പെറ്റലുകൾ, പലതരത്തിലുള്ള അതായത് പൂക്കൾ, അവയുടെ നിറം, മണം, ഇതളുകളുടെ എണ്ണം എന്നിവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ റോസ പോലെയാണോ മുല്ലയുടെ കൂട്ടാണോ പിച്ചി അല്ല, ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതാണ് 3 ക്വസ്റ്റ്യൻ ആൻസർ, ആദ്യത്തെ 3. ഇനി ടെസ്റ്റിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഏതെങ്കിലും പൂക്കളുടെ പേര് പറയുക, എന്നിട്ട് കളറ്, അതിൻ്റെ നിറങ്ങൾ പറയുക. ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ മണം പറയണം. സൺഫ്ലവർ ആണോ, സിംഗിൾ ഫ്ലവർ ആണോ, ഇൻഫ്ലോറസെൻസ് ആണോ? സിംഗിൾ ഫ്ലവർ എന്ന് വെച്ചാൽ ഒറ്റ പൂ, ഒരു കൊലയിൽ ഒരു പൂ മാത്രം നിൽക്കുന്നതിനെ നിങ്ങൾ സിംഗിൾ ഫ്ലവർ എന്ന് പറയുന്നത്. ഇൻഫ്ലോറസെൻസ് എന്ന് വെച്ചാൽ പൂങ്കുലയായിട്ട്, ഇപ്പം തെറ്റിപ്പൂ ഓരോ പൂവായിട്ടാണോ കിളിച്ച് നിൽക്കുന്നത്? അല്ല, ഒരു കുലപ്പൂവാണ് തെറ്റി അല്ലേ. പിന്നെ നമ്പർ ഓഫ് പെറ്റൽസ്, നമ്മൾ എഴുതുന്ന പൂവിൻ്റെ പെറ്റൽസുകൾ ഏതൊക്കെയാണ്, എത്രണ്ണം ഉണ്ടെന്നും എഴുതാനാണ്. മനസ്സിലായോ? അപ്പോൾ 1ാമത് നമ്മൾ നോക്കുക, റോസാപ്പൂവ് എന്ന് പറയുന്നത് ചുവപ്പുണ്ട്. നമുക്കിത് ഇന്നത്തെ കാലത്ത് പല കളറിലേ ഉണ്ട് അല്ലേ. അതിന് സ്മെല്ലുണ്ടോ ഇല്ലയോ അതൊക്കെ സ്വന്തമായിട്ട് എഴുതാനാണ്. റോസാപ്പൂവിന് മണമുണ്ട്, അത് ഒരു പൂവായിട്ടും ഉണ്ട്, ഒരു കൊല പൂവായിട്ടും ഉള്ളതുണ്ട് അല്ലേ. എന്നാലും നമ്മൾ ഒറ്റയ്ക്കാണ് കൂടുതലായിട്ടും പറയുന്നത് സിംഗിൾ ഫ്ലവർ. അതിന് ഒരുപാട് പെറ്റൽസുകൾ ഉണ്ട് അല്ലേ, ധാരാളം ഇതളുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലുമൊക്കെ, ഇത് തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ളതൊക്കെ ഇതിനകത്ത് നിന്ന് പറക്കി എഴുതാം. മണമുണ്ടോ, മണമില്ലയോ, കളർ ഏതാണ്, അത് പൂങ്കുലയാണോ, ഇൻഫ്ലോറസെൻസ് ആണോ കേട്ടോ, ധാരാളം ഇതളുകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് എഴുതാനാണ്. അടുത്ത ചെമ്പരത്തിപ്പൂവിൻ്റെ പടം വരച്ചിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റിലെ ആ പടം നല്ലതുപോലെ പഠിക്കണം. അടുത്ത ഈ പൂവിൻ്റെ ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ 6 ഭാഗങ്ങളുണ്ട് കേട്ടോ. 6 എണ്ണം. അത് വൃത്തിയായിട്ട് പഠിക്കണേ. 1 പെഡിസല്, പൂഞ്ഞെട്ട്. അറ്റാച്ചസ് ദ ഫ്ലവർ ടു ദ സ്റ്റെം, പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. തലാമസ്, പുഷ്പാസനം. പ്രൊവൈഡ് ദ സീറ്റ് ഫോർ അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ, പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കുന്നതാണ് തലാമസ്. പടം നോക്കണേ, ടെസ്റ്റ് തുറന്നിട്ട് പടം നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്ത കാലിക്സ്, ബിതളപുടം. ഫോംഡ് ഓഫ് സെപ്പൽസ്, പ്രൊട്ടക്റ്റ് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ്. വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. പൂവിൻ്റെ മൊട്ടിനെ പൊതിഞ്ഞ്, പൂമൊട്ടായിരിക്കുമ്പോഴേ എങ്ങനെ അയക്കുന്നത് നിങ്ങൾ അറിയാമല്ലോ, അതാ പൊതിഞ്ഞ് കാലിക്സ് ആണ് കാലിക്സ്. അടുത്ത കൊറോള, ദളപുടം.
ഫോംഡ് ഓഫ് പെറ്റൽസ് ഗീവ്സ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ. ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു. ഇനി ആൻഡ്രീസിയവും ഗെയ്നീഷ്യവും. ഫോംഡ് ഓഫ് സ്റ്റെമൻസ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ ആൺ പെണ്ണിൻ്റെയും കേട്ടോ. അടുത്ത ഗൈനീഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്. ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് 1 or more കാർപ്പൽസ് കേട്ടോ. പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിബിഡം അല്ലെങ്കിൽ ഗൈനീഷ്യം. ഇത് ഓരോ ജനിപുടത്തിൽ ഒന്നോ അതിലധികമോ ജനികളും ഉണ്ടാകുന്നു എന്നാണ്. അടുത്തത് കംപ്ലീറ്റ് ഫ്ലവർ എന്നാൽ പൂർണ്ണ പുഷ്പം എന്നാൽ എന്താണ്? കണ്ടോ, പൂർണ്ണ പുഷ്പം എന്നാൽ എന്താണ്? കാലിക്സ്, കൊറോള, ആൻഡ്രീസിയം, ഗെയ്നീഷ്യം ആർ ദ 4 മെയിൻ പാർട്സ് സീൻ ഇൻ ദ ഫ്ലവർ. എ ഫ്ലവർ വിത്ത് ആൾ ദീസ് 4 പാർട്ട് ഈസ് എ കംപ്ലീറ്റ് ഫ്ലവർ. വിതളപുടവും ദളപുടവും കേസരപുടവും ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെ നമ്മൾ പൂർണ്ണ പുഷ്പം എന്നാണ് പറയുക. ഒരു പൂവ് പൂർണ്ണമാണെങ്കിൽ ഇത് 4 എണ്ണം വേണം കേട്ടോ എന്ന് പറയുന്നത്. ആർ ഓൾ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ഫ്ലവേഴ്സ്? എല്ലാ പുഷ്പങ്ങളും പൂർണ്ണ പുഷ്പങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അല്ല അല്ലേ. ഫ്ലവേഴ്സ്, അതിൻ്റെ പെഡിസല്, തലാമസ്, സെപ്പല്, പെറ്റല്, ആൻഡ്രീസിയം, ഗൈനീഷ്യം ഇതൊക്കെ നോക്കൂ നിങ്ങൾ. അതിൻ്റെ എല്ലാം മലയാളം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റിൽ ചോദ്യമുണ്ട് ഇതൊക്കെ ഉള്ളത് കേട്ടോ. ഇതൊക്കെ ഉള്ളത് ഏതൊക്കെയാണ്, ഇല്ലാത്ത ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. അതാ 9ാമത്തെ ചോദ്യം. അടുത്ത 10 നോൺ ഫ്ലവറിങ്. നമ്മൾ എല്ലാം പൂക്കളുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഇനി പൂക്കാത്ത സസ്യങ്ങളും ഉണ്ട്, പൂക്കൾ പിടിക്കാത്ത സസ്യങ്ങളും ഉണ്ട് അല്ലേ. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് പൈന് അല്ലേ, എന്താ സൈക്കസ്, ഫേൺസ്, മോസസ് ഇതെല്ലാം എന്താ പൂക്കാത്ത സസ്യങ്ങളാണ് കേട്ടോ. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പേര് ഓർക്കണേ. ഇനി നിങ്ങളുടെ ബോക്സിനകത്തിൽ നീലക്കുറിഞ്ഞിയെക്കുറിച്ച് പറയുന്നുണ്ട്. 12 വർഷത്തിലൊരിക്കലാണ് ഇത് പൂക്കുന്നതെന്നും ഒക്കെ വിശദമായിട്ട് തന്നിട്ടുണ്ട്. നമ്മളത് വായിച്ചതുമാണ്, എക്സ്പ്ലെയിൻ ചെയ്തതുമാണ് കേട്ടോ. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ. സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? സസ്യങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ടല്ലേ. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ചെടികൾ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ്? എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ? അല്ലെ ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ്? ഈ ചോദ്യങ്ങളിൽ ഏത് ചോദിച്ചാലും എന്ത് എഴുതണം? ഫ്രൂട്ട്സ് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവർ. പൂവിൽ നിന്നാണ് ഫലം ഉണ്ടാകുന്നത്. സീഡ് ഈസ് ഫോംഡ് ഫ്രം ഫ്രൂട്ട്. ഫലത്തിൽ നിന്നുമാണ് വിത്തുണ്ടാകുന്നത്. ന്യൂ പ്ലാന്റ്സ് എറൈസ് ഫ്രം സീഡ്. വിത്തിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ 3 പോയിന്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഫ്ലവർ ചോദിച്ചാലും ബെനിഫിറ്റ് ഓഫ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ് ചോദിച്ചാലും ഒക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, 12 എണ്ണമായി. അടുത്ത 13ാമത്തെ, എങ്ങനെയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്? നമ്മൾ മുമ്പ് പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നാണ് പറഞ്ഞത്. ഇനി പൂവിൽ നിന്നുമാണ് ഫലം വിത്തും ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ. ഒരു പൂവിൽ നിന്നും. അപ്പോൾ അത് എന്താണെന്ന് ഓക്കെ. ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫ്ലവേഴ്സ് ത്രൂ റീപ്രൊഡക്ഷൻ. പ്രത്യുൽപാദനം വഴിയാണ്. റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രത്യുൽപാദനം എന്നാണ് കേട്ടോ. ഈ പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്. 13 എഴുതിയെടുക്കണേ നിങ്ങളെ. അടുത്ത 14ാമത്തെ ചോദ്യം, വിച്ച് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ? ഏതൊക്കെയാണ് പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനം. ആൻഡ്രീസിയവും ഗെയ്നീഷ്യവുമാണ് അത് കേട്ടോ. കേസരപുടവും ജനിപുടവും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു എന്താണ് ഈ ആൻഡ്രീഷ്യം അല്ലേ, അല്ലെ ആൻഡ്രോസിയം എന്ന് സ്പെല്ലിങ് പഠിക്കാൻ എനിക്ക് തോന്നുന്നു അതല്ലേ ആൻഡ്രോസിയം അല്ലേ. ആൻഡ്രോഷിയം എങ്ങനെ വായിച്ചാലും മതി. കേസരപുടം. ആൻഡ്രോഷ്യം ഈസ് അല്ലെ ആൻഡ്രോസിയം ഈസ് കമ്പോസ്ഡ് ബൈ സ്റ്റേമൻസ്. കേസരങ്ങൾ ചേർന്നാണ് കേസരപുടം. സ്റ്റേമൻസ് ഹാവ് പാർട്ട് കാൾഡ് ഫിലമെൻ്റ് ആൻഡ് ആൻഡർ. നമ്മുടെ ടെസ്റ്റിൽ പടം ഉൾപ്പെടെ തന്നിട്ടുണ്ട്. കേസരത്തിന് തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. പോളൻ ഗ്രെയിൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ആൻഡ് ദ ചാമ്പേഴ്സ്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻസ് മെയിൽ ഗ്യാമേറ്റ്സ്. പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. ഓക്കെ ആണോ നിങ്ങൾ? അത്രയും
നല്ലപോലെ പറ്റുന്നുണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടോ? പ്രധാനപ്പെട്ട 4 പോയിൻ്റാണ്. കേസരപുടത്തെക്കുറിച്ച്, ആൻഡ്രീഷ്യത്തെക്കുറിച്ചാണ്. വൃത്തിയായിട്ട് അത് പഠിക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഗൈനീഷ്യത്തെക്കുറിച്ച് നോക്കിയേ. ജനിപുടം. ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ഗൈനീഷ്യം. ദ കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈല് ആൻഡ് ഓവറി. അല്ലേ? എന്താ ജനിയിൽ പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ടാശയം. ജനിയിൽ പരാഗണസ്ഥലം, അതായത് സ്റ്റിഗ്മ, സ്റ്റൈല്, ജനിതണ്ട്, ഓവറി, അണ്ടാശയം എന്നീ ഭാഗങ്ങളുണ്ട്. ദ എഗ് ഓർ ഫീമെയിൽ ഗാമേറ്റ് ഈസ് ഫൗണ്ട് വിതിൻ ദ ഒവ്യൂൾ ഇൻ ദ ഓവറി. അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. അപ്പോൾ ഗൈനീഷ്യത്തെക്കുറിച്ചാണ് ഇത്രയാവും. ഞങ്ങളെ എല്ലാത്തിനെക്കുറിച്ചും 3, 4 പോയിൻ്റൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. വാട്ട് ആർ ദ പാർട്ട് ഓഫ് എ സ്റ്റേമൻ? നമ്മൾ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് കേസരം എന്ന് പറഞ്ഞത്? ആന്തറും ഫിലമെൻറ്റും, തന്തുകവും പരാഗയും. വേർ ആർ പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്? പരാഗരേണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ്? പോളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻ ദ ആന്തർ ചേമ്പേഴ്സ്. പരാഗയിലെ അറകളിലാണ്. വിച്ച് ആർ ദ പാർട്ട് ഓഫ് ദ കാർപ്പൽ? ജനിയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ആൻഡ് ഒവ്യൂള്. പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ടാശയം. 19. 20. വേർ ഈസ് ഫീമെയിൽ ഗാമേറ്റ്സ് സീൻ? പെൺബീജകോശം അല്ലെ പെൺബീജം കാണപ്പെടുന്നത് എവിടെയാണ്? ഒവ്യൂൾ ഇൻ ദ ഓവറി. അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിലാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ ചിത്രം വരച്ച ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ക്യാൻ എ ഫ്ലവർ ഹാവ് മോർ ദാൻ 1 ഓവറി? ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാകുമോ? ഒരു പൂവിനകത്ത് ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാകുമോ? യെസ്. സം ഫ്ലവേഴ്സ് ഹാവ് മോർ ദാൻ 1 ഓവറി. ഉണ്ടാകും. ചില പൂക്കളിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ കാണപ്പെടും. ഗിവ് എക്സാമ്പിൾ ഓഫ് ഫ്ലവേഴ്സ് ഹാവിങ് മൾട്ടിപ്പിൾ ഓവറീസ് ഇൻ എ സിംഗിൾ ഫ്ലവർ. ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയമുള്ള പൂവുകൾക്ക് ഉദാഹരണം പറയുക. ചെമ്പകപ്പൂവ്, ലോട്ടസ്, കസ്റ്റാർഡ് ആപ്പിള്, പോളിയാൽത്തിയ എന്ന് കേട്ടോ. പോളിയാൽത്തിയ, അരണമരപ്പൂവ് എന്ന് പറയും കേട്ടോ. ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പഴം. നമ്മൾ ഈ എന്തുവാ ആത്തക്കയില്ലേ കുഞ്ഞുങ്ങളെ, ഒരു തരം ആത്തക്കയാണ് ഈ സീതപ്പഴം. നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ടോ അതിൻ്റെ പടം കേട്ടോ. 23. 24. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സുകൾ. പൂക്കളിൽ ആണും പെണ്ണും ഉണ്ടോ എന്നാണ്. നോക്കൂ നിങ്ങളെ, ലേഡീസ് ഫിംഗർ എന്ന് പറയുന്ന വെണ്ടയ്ക്കയുണ്ടല്ലോ, അത് ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ആർ ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവർ. അതിൻ്റെ കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണപ്പെടുന്നു. ജനിപുടവും കേസരപുടവും ഒരേ രീതിയിൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലേഡീസ് ഫിംഗറാണ്. വെണ്ടയ്ക്ക കേട്ടോ. ദ്വിലിംഗമാണ് അതിൻ്റെ. ഇനി പംകിൻ, മത്തനാണെങ്കിലോ നിങ്ങളെ, ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ആർ ഫൗണ്ട് ഇൻ ഡിഫറൻറ്റ് ഫ്ലവേഴ്സ്. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്നതാണ് മത്തൻ. അത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ഇത് രണ്ടും തിരിഞ്ഞു പോവല്ലേ. ഇനി നമ്മൾ പറഞ്ഞു ഈ പെൺപൂവും ആൺപൂവും ഒക്കെ ഉണ്ടോ അല്ലേ. മെയിൽ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ആൺപൂക്കൾ എന്ന് വെച്ചാൽ മെയിൽ ഫ്ലവേഴ്സ് ആർ ഫ്ലവേഴ്സ് വിത്ത് ആൻഡ്രീസിയം ഒള്ളി. മെയിൽ ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ എന്താ? കേസരപുടം മാത്രം കാണപ്പെടുന്നതാണ്. കേസരപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളെ, അതുകൊണ്ട് അത് മെയിൽ എന്ന് പറയുന്നത് അല്ലേ, മെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫീമെയിലോ? ജനിപുടം മാത്രം കാണപ്പെടുന്നതാ അല്ലേ. ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫ്ലവേഴ്സ് വിത്ത് ഗൈനീഷ്യം ഒള്ളി അല്ലേ. ജനിപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളെയാണ് എന്ത് പറയുന്നത്? ഇവിടെ ഫീമെയിൽ ഫ്ലവേഴ്സ് അല്ലേ, പെൺപൂക്കളെന്ന് പറയുന്നത്. എന്തെങ്കിലും അതിനകത്ത് ഇതുവരെ വായിച്ചത് മനസ്സിലാവാത്തതുണ്ടോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അടുത്തത് ക്യാൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ബി കാൾഡ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. നോക്കിയേ, ആൺപൂവിനെയും പെൺപൂവിനെയും ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് വിളിക്കാമോ? ആൺപൂവിനെയും പെൺപൂവിനെയും ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് വിളിക്കാമോ? യെസ്, വിളിക്കാം കേട്ടോ, വിളിക്കാം. ഓക്കെ ആണോ? 27 ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ അത് കേട്ടോ. 28ാമത്തെ ചോദ്യം, ആർ ദ ഫ്ലവേഴ്സ് ഓഫ് പംകിൻ യൂണിസെക്ഷൽ ആണോ? മത്തൻ്റെ പൂക്കൾ ഏകലിംഗ പുഷ്പങ്ങളാണോ? മത്തൻ്റെ പൂക്കൾ ഏകലിംഗ പുഷ്പങ്ങളാണ്. കാരണം ഒരു പൂവിൽ കേസരപുടം അല്ലെങ്കിൽ ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉള്ളൂ.
ഒന്നുകിൽ ജനിപടം അല്ലെങ്കിൽ കേസരപടം. ഇതിനകത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമ്മുടെ പംകിനകത്ത് കാണത്തുള്ളൂ. യെസ്, ദ ഫ്ലവേഴ്സ് ഓഫ് പംകിൻ ആർ യൂണിസെക്ഷൽ ബിക്കോസ് എയ്തർ ആൻഡ്രോസിയം ഓർ ഗൈനീഷ്യം ഈസ് സീൻ ഇൻ ദ ഫ്ലവർ ഓഫ് പംകിൻ. കേട്ടോ. ഇനി വെണ്ടയ്ക്കയുടെ പൂവ് ഏകലിംഗ പുഷ്പമാണോ അതോ ദ്വിലിംഗ പുഷ്പമാണോ? ലേഡീസ് ഫിംഗർ ഫ്ലവർ യൂണിസെക്ഷൽ ആണോ ബൈസെക്ഷൽ ആണോ കുഞ്ഞുങ്ങളെ? വെണ്ടയുടെ പൂവിൽ നമ്മൾ പറഞ്ഞു അല്ലേ, കേസരപുടവും ജനിപുടവും ഒരേ പൂവിലാണ് കാണപ്പെടുന്നത്. അതിനാൽ വെണ്ടയുടെ പൂവ് ഒരു ദ്വിലിംഗ പുഷ്പമാണ്. ലേഡീസ് ഫിംഗർ ഫ്ലവേഴ്സ് ഈസ് ബൈസെക്ഷൽ ബിക്കോസ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഈസ് ഫോംഡ് ഇൻ ദ സെയിം ഫ്ലവർ. വാട്ട് ഈസ് എ യൂണിസെക്ഷൽ ഫ്ലവർ? ഏകലിംഗ പുഷ്പങ്ങൾ എന്നാൽ എന്താണ്? ഫ്ലവേഴ്സ് വിച്ച് പോസസ് എയ്തർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം ആർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. കേസരപുടം ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളെയാണ് ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. 30 എണ്ണമായേ. അങ്ങനെയാണെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവർ എന്താ? ദ്വിലിംഗം. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഹാവ് ബോത്ത് ആൻഡ്രോഷ്യം ആൻഡ് ഗൈനീഷ്യം ഇൻ ദ സെയിം ഫ്ലവർ. ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നതിനെ നമ്മൾ ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നു. യൂണിസെക്ഷൽ ഫ്ലവറും ബൈസെക്ഷൽ ഫ്ലവറും തങ്ങളുടെ ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ നിങ്ങളെ. ബിറ്റർ ഗാർഡ്, സ്നേക്ക് ഗാർഡ്, കോക്കനട്ട്, പംകിന്, പപ്പായ ഇതെല്ലാം ഏകലിംഗത്തിൽ വരുന്നതാണ്. ഒറ്റ ലിംഗം മാത്രമേ ഉള്ളൂ. എന്നാൽ ഷൂ ഫ്ലവർ, ചെമ്പരത്തിപ്പൂ, ഹിബിസ്കസ് എന്നും പറയാം കേട്ടോ, റോസ്, സൺഫ്ലവർ, ടൊമാറ്റോ ഇതെല്ലാം ദ്വിലിംഗമാണ്. അടുത്ത മെയിൽ പ്ലാന്റ്സുകളും ഫീമെയിൽ പ്ലാന്റ്. നമ്മളിപ്പോൾ പൂവിനെ കുറിച്ച് ആൺപൂവുണ്ട് പെൺപൂവുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ പഠിച്ചത് അല്ലേ. വെണ്ടയ്ക്കകത്തിൽ എന്താണ് 2 എണ്ണം വരുന്നുണ്ട് അല്ലേ, എന്നാൽ പംകിനകത്തിൽ 1 ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത്. ഇനി പ്ലാന്റ്സിലും എന്താ മെയിൽ പ്ലാന്റ്സും ഫീമെയിൽ പ്ലാന്റ്സും. നമ്മൾ ഈ പ്ലാന്റ്സ് ചെടി നിൽക്കത്തില്ല നിങ്ങൾ അയ്യത്തൊക്കെ, ഇത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും? പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ്, പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് ആർ കാൾഡ് മെയിൽ പ്ലാന്റ്സ്. ആൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളെ ആൺ സസ്യങ്ങൾ എന്ന് പറയുന്നു. ആൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളെ ആൺ സസ്യങ്ങൾ എന്ന് പറയുന്നു. ഫീമെയിലോ? പ്ലാന്റ്സ് വിത്ത് ഓൺലി ഫീമെയിൽ ഫ്ലവേഴ്സ് അല്ലേ. പെൺപൂക്കൾ മാത്രം കാണപ്പെടുന്നതിനെ എന്ത് പറയുന്നു? പെൺസസ്യങ്ങൾ എന്നും പറയുന്നു ഇല്ലയോ? അതവർ പറയാതെ തന്നെ നമുക്കറിയാം ഇല്ലയോ? അറിയാമായിരുന്നോ? അതങ്ങ് എഴുതിയെടുക്കണേ. അപ്പം മെയിൽ പ്ലാന്റ്സും ഫീമെയിൽ പ്ലാന്റ്സും 34 എണ്ണമായിട്ടോ. അടുത്തത് ഡയേഷ്യസ് പ്ലാന്റ്സ്. ഡയേഷ്യസ് എന്നാട്ടോ. ഇഫ് ദ മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, സച്ച് പ്ലാന്റ്സ് ആർ കാൾഡ് ഡയേഷ്യസ് പ്ലാന്റ്സ്. ഡേറ്റ് പ്ലാം, മലബാർ ടമറിൻഡ്, നട്ട്മഗ് ആൻഡ് പപ്പായ ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. എന്താ നിങ്ങളെ? ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്ന് ഡയേഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നു. മൊണേഷ്യസ് പ്ലാന്റ്സ് ദ്വിലിംഗ സസ്യങ്ങൾ. മൊണേഷ്യസ് പ്ലാന്റ്സ് ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്സ്. ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും, നമ്മൾ മുമ്പ് വെണ്ടയ്ക്കയുടെ കാര്യം പറഞ്ഞില്ലേ, ഒരെണ്ണത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളെ നമ്മൾ ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. കുക്കുംബർ, പംകിൻ, ആഷ്ഗാഡ് അല്ലേ, ഇതെല്ലാം മോണോയ്ക്ക് എക്സാമ്പിളാണ്. തിരിഞ്ഞു പോകല്ലേ, ഡയോഷ്യസും മോണോയും തിരിഞ്ഞു പോകല്ലേ കേട്ടോ. അടുത്ത മോർ എക്സാമ്പിൾ ഓഫ് ഡയോഷ്യസ് ആൻഡ് മൊണേഷ്യസ്. ഏകലിംഗത്തിനും ദ്വിലിംഗത്തിനും എക്സാമ്പിൾ ഉണ്ട് കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. 37 എണ്ണമായി. 38ാമത്തെ എന്താണ് ഈ പൊളിനേഷന്? പരാഗണം എന്നാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഈസ് പൊളിനേഷൻ. പരാഗയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പമുണ്ട് അല്ലേ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു സ്റ്റിഗ്മ ഈസ് കാൾഡ് പൊളിനേഷൻ. പരാഗയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് ഓഫ് ഫ്ലവേഴ്സ്. ഇനി പൂക്കളുടെ കൂട്ടുകാർ ആരൊക്കെയാവും? നിങ്ങളെപ്പോൾ ഒരു പൂ പിടിച്ച് ചെന്നാൽ അവിടെ ആരൊക്കെയാണ് ചെല്ലുന്നത്? ആരൊക്കെയാ? തേനീച്ചകൾ, ബട്ടർഫ്ലൈസുകൾ അല്ലേ, ഇതൊക്കെയാണ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻസെക്ട്സ് ആൻഡ് ബേഡ്സ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടു ഫ്ലവേഴ്സ്? ഈ പ്രാണികളും പക്ഷികളും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ നല്ല കളറ് അല്ലേ, നല്ല ഫ്രാഗ്രൻസ്, മണം, നല്ല ഹണി, അതിനകത്തിലെ തേന്, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവർ ഓടി ചെല്ലുന്നത് അല്ലേ.
ഹൗ ഡു ഫ്ലവേഴ്സ് ബെനിഫിറ്റ് വെൻ ദേ കളക്ട് ഹണി ഫ്രം ദ ഫ്ലവേഴ്സ്? ഇവ പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്നതുകൊണ്ട് പൂക്കൾക്ക് എന്താ പ്രയോജനം? ഇതെല്ലാം വന്ന് പൂവിൻ്റെ തേൻ കുടിച്ചിട്ട് പോകുന്നുണ്ട് അല്ലേ. ഇതുകൊണ്ട് പൂക്കൾക്ക് എന്താ പ്രയോജനം? പൂക്കളിൽ പരാഗണം നടത്താൻ അത് സഹായിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു പൂവിൻ്റെ തേൻ വന്ന് കുടിച്ചിട്ട് അത് പോയിട്ട് വേറൊരു പൂവിൽ ചെന്നിരിക്കും. അങ്ങനെയാണ് പരാഗണം നടക്കുന്നത് കേട്ടോ. പൂക്കളിൽ പരാഗണം നടക്കാൻ സഹായിക്കും. വാട്ട് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ പൊളിനേഷൻ? ഏതെല്ലാം ഘടകങ്ങളാണ് പരാഗണത്തെ സഹായിക്കുന്നത്? ഇൻസെക്ട്സുകളും ബേഡ്സുകളും ഒക്കെ അല്ലേ. ഇൻസെക്ട്സുകൾ, പ്രാണികൾ വന്നിരുന്ന് ഒരെണ്ണത്തിൽ ചെന്നിരുന്നിട്ട് അടുത്തതിൽ ചെന്നിരിക്കും. അതുപോലെ തന്നെ പക്ഷികൾ അല്ലേ, പക്ഷികളും വന്ന് അതുപോലെ തേൻ കുടിച്ചിട്ട് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നു. ഓക്കെ, അടുത്ത 42ാമത്തെ ചോദ്യം. ബിസൈഡ്സ് ലിവിങ് ബീയിങ് വിച്ച് ആർ ദ അതർ പൊളിനേറ്റർ? ജീവികളെ കൂടാതെ പരാഗണത്തിന് സഹായിക്കുന്ന ഏതെല്ലാം പരാഗണകാരികളുണ്ടെന്ന്? വെള്ളം ജലത്തിലൂടെയുണ്ട്, വായുവിലൂടെയുണ്ട്. അതായത് ബ്ലാക്ക് പേപ്പർ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, കുരുമുളക്, അതിൻ്റെ പൊളിനേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ്. നമ്മൾ ഈ രാവിലെ മഴത്തുള്ളിയൊക്കെ വന്ന് നിൽക്കുമല്ലോ, അങ്ങനെ വെള്ളം അതിൽ തന്നെ തിങ്ങി നിന്ന് കേട്ടോ, അങ്ങനെയാണ് ഈ കുരുമുളകൊക്കെ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. റൈസ്, നെല്ലും അതുപോലെയാണ് കേട്ടോ. റൈസ് പരാഗണകാരി അവിടെ എയറാണ് കേട്ടോ. എയർ, വായുവിലൂടെയാണ് നെല്ല്, ഗോതമ്പ്, ചോളം അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകുന്നത്. അടുത്ത, ഡു പ്ലാന്റ്സ് പൊളിനേറ്റഡ് ഇൻ ദീസ് വേ റിക്വയർ ഫാക്ടേഴ്സ് സച്ച് ആസ് കളർ, നെക്ടർ ആൻഡ് ഫ്രാഗ്രൻസ് ടു അട്രാക്റ്റ് പൊളിനേറ്റേഴ്സ്? ഈ രീതിയിൽ പരാഗണം നടത്തുന്ന സസ്യങ്ങളിൽ പരാഗണകാരികളെ ആകർഷിക്കുന്നതിന് നിറം, തേൻ, മണം തുടങ്ങിയ ഘടകങ്ങൾ ആവശ്യം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആവശ്യമില്ല, ഡു നോട്ട് അല്ലേ. വിച്ച് ആർ ദ പൊളിനേറ്റേഴ്സ് യു ഹാവ് കം ടു നോ എബൌട്ട് സോ ഫാർ? ഏതെല്ലാം പരാഗണകാരികളെയാണ് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടത്? നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഇൻസെക്ട്സ് ഉണ്ട്, ബേഡ്സ് ഉണ്ട്, വാട്ടർ ഉണ്ട്, വിൻഡ് ഉണ്ട് അല്ലേ, പ്രാണികളുണ്ട്, പക്ഷികളുണ്ട്, ജലമുണ്ട്, വായുവുണ്ട്. അടുത്തത്, ഫോർമേറ്റ് എ ഡെഫിനിഷൻ ഫോർ പൊളിനേറ്റർ. പരാഗണകാരികൾക്കൊരു നിർവചനം കൊടുക്കാൻ. The agents that help for pollinator is called pollinators. The agents that help for pollinations are called pollinator. എന്ന് വെച്ചാൽ പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പരാഗണകാരികൾ എന്ന് വിളിക്കുന്നു. 46 എന്താണ് സെൽഫ് പൊളിനേഷൻ? സ്വപരാഗണം. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ഓർ ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്സ് ഈസ് കാൾഡ് സെൽഫ് പൊളിനേഷൻ. ഒരു പൂവിലെ പരാഗണ രേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം അല്ലെങ്കിൽ സെൽഫ് പൊളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായി ക്രോസ് പൊളിനേഷൻ? പരപരാഗണം എന്ന് വെച്ചാൽ എൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ക്രോസ് പൊളിനേഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം സ്പീഷ്യസ്. ഒരു പൂവിൽ നിന്നും പരാഗണ രേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരപരാഗണം എന്ന് പറയുന്നത്. അടുത്തത് ആഫ്റ്റർ പൊളിനേഷൻ. പരാഗണത്തിന് ശേഷം എന്താവും ഞങ്ങളെ? പൊളിനേഷൻ നമ്മൾ 2 വിധം പറഞ്ഞു, സെൽഫും ഉണ്ട്, ക്രോസും ഉണ്ട്. എന്നാൽ ഇതിന് ശേഷം എങ്ങനെയാണെന്ന്? വാട്ട് ഹാപ്പൻ ടു പോളൻ ഗ്രെയിൻസ് ആഫ്റ്റർ പൊളിനേഷൻ? പരാഗണത്തിന് ശേഷം പരാഗണ രേണുവിന് എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ആൻസർ ഫെർട്ടിലൈസേഷൻ ആണ് കേട്ടോ. എന്താണ് ഈ ഫെർട്ടിലൈസേഷൻ? ആഫ്റ്റർ പൊളിനേഷൻ ദ പോളൻ ഗ്രെയിൻസ് ഗ്രോസ് ഡൗൺ ത്രൂ സ്റ്റൈൽ ടുവേർഡ്സ് ദ ഓവറി ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. Male gametes reaches the ovary through this tube and fuses with the egg. The process of fusion of male gametes and egg to form zygote is called fertilization. ഇത് 2 മാർക്കിൻ്റെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം. എന്താണ് ഫെർട്ടിലൈസേഷൻ? ഇതിനകത്ത് നിങ്ങൾ സൈഗോട്ട് എന്നൊരു വാക്കായിരിക്കും ആദ്യമായിട്ട് കേട്ടത്. ബാക്കിയുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ് അല്ലേ. ബീജസങ്കലനം എന്നാൽ എന്താണെന്നാണ് കേട്ടോ. ബീജസങ്കലനം എന്നാൽ എന്താണ്? അതാണ് ഫെർട്ടിലൈസേഷൻ. അപ്പം എന്താണ് ബീജസങ്കലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കണേ കുഞ്ഞുങ്ങളെ. അതായത് പരാഗണത്തിന് ശേഷം പരാഗണ രേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായിട്ട് വളരുന്നു. പരാഗണത്തിന് ശേഷം ഈ പരാഗണ രേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളി, അതായത് ട്യൂബായിട്ട് വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം, അതായത് മെയിൽ ഗ്യാമേറ്റ്സ് അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായിട്ട് അങ്ങ് കൂടിച്ചേരുന്നു. പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡം ഉണ്ടാകുന്നു. സിക്താണ്ഡത്തിൻ്റെ ഇംഗ്ലീഷാണ് സൈഗോട്ട്. ഇതാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്.
49ാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻഡ് ടു ദ പോളൻ ഗ്രെയിൻസ് ആഫ്റ്റർ പൊളിനേഷൻ? പരാഗണത്തിന് ശേഷം പരാഗണ രേണുവിന് എന്ത് സംഭവിക്കുന്നു? ആഫ്റ്റർ പൊളിനേഷൻ ദ പോളൻ ഗ്രെയിൻസ് ഗ്രോ ഡൗൺ ത്രൂ സ്റ്റൈൽ ടുവേർഡ്സ് ദ ഓവറി ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. പരാഗണത്തിന് ശേഷം പരാഗണ രേണു ജനിതണ്ടിലൂടെ അണ്ടാശയത്തിലേക്ക് ഒരു നാളിയായിട്ട് വളരുന്നു. ഹൗ ഡസ് ദ മെയിൽ ഗ്യാമേറ്റ്സ് റീച്ച് ദ ഓവറി? പരാഗണ രേണുവിലെ പുംബീജം അണ്ടാശയത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? മെയിൽ ഗ്യാമേറ്റ്സ് റീച്ച് ദ ഓവറി ത്രൂ ദിസ് ട്യൂബ് ആൻഡ് ഫ്യൂസസ് വിത്ത് ദ എഗ്. ഈ നാളിയിലൂടെ പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായിട്ട് കൂടിച്ചേരുന്നു. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ഒരു മാർക്കിന് ചോദിച്ചാൽ ദ പ്രോസസ് ഓഫ് എ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ്സ് ആൻഡ് എഗ് ടു ഫോം സൈഗോട്ട് ഈസ് കാൾഡ് ഫെർട്ടിലൈസേഷൻ. 2-3 മാർക്കിന് ചോദിക്കുമ്പോൾ മുമ്പ് ചോദിച്ചത് തന്നെ എഴുതണം കേട്ടോ, അതിനകത്തിലാണ് മൊത്തം. ഇത് 1 മാർക്കിനൊക്കെ നമുക്ക് ഫില്ലപ്പിന് ചോദിച്ചാൽ എഴുതുന്നതാണ്. ദ പ്രോസസ് ഓഫ് എ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ്സ് ആൻഡ് എഗ് ടു ഫോം സൈഗോട്ട് ഈസ് കാൾഡ് ഫെർട്ടിലൈസേഷൻ. പുംബീജം അണ്ടവുമായിട്ട് ചേർന്ന് സിക്താണ്ഡം ഉണ്ടാകുന്ന പ്രക്രിയയാണ് നമ്മൾ ബീജസങ്കലനം എന്ന് പറയുന്നത്. ബൈ വിച്ച് നെയിം ഈസ് എ ഫെർട്ടിലൈസ്ഡ് എഗ്? ബീജസങ്കലനം നടന്ന അണ്ടത്തിന്റെ പേരെന്താവും ഞങ്ങളെ? സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം എന്നാണ്. 52. 53, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ആഫ്റ്റർ ബീജസങ്കലനം നമ്മൾ പൊളിനേഷൻ പഠിച്ചു, അതിൻ്റെ ആഫ്റ്റർ പൊളിനേഷൻ പഠിച്ചു. ഇനി ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പോൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ബീജസങ്കലനത്തിന് ശേഷം പെറ്റൽസുകളും ഒക്കെ എന്താ? പെറ്റൽസ്, സെപ്പൽസ്, പെഡിസെൽസ്, ഓവറി, ആൻഡ്രൂഷ്യം, ഇതിനൊക്കെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഓവറി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നിങ്ങളെ വളരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു? അങ്ങ് പോകുന്നു. അതായത് ബീജസങ്കലനത്തിന് ദളങ്ങൾ കൊഴിഞ്ഞു പോകുന്നു. അതിൻ്റെ വിതളങ്ങൾ, നമ്മളൊരു പൂവ് പൂർണ്ണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെവിട്ടിലെ ആ പച്ചയും അതിനകത്തിലെ വിതളങ്ങൾ, അതായത് പെറ്റൽസ് ദളങ്ങൾ, സെപ്പൽസ് വിതളങ്ങൾ, പെഡിസൽ അതിൻ്റെ പൂഞ്ഞെട്ട്, ആൻഡ്രീഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസരപടം, ഇതെല്ലാം കൊഴിഞ്ഞു പോകുന്നു. ഓവറിക്കകത്ത് അതായത് അണ്ടാശയത്തിനകത്ത് എന്ത് ചെയ്യുന്നു? ഈ ഫലം വളർന്ന് വലുതാകുന്നു കേട്ടോ. After fertilization, the zygote becomes the embryo, the ovule become the seeds and ovary become the fruit. കറക്റ്റ്. അതാണ് ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം ഭ്രൂണമായും ഒവ്യൂൾ വിത്തായും അണ്ടാശയം ഫലമായിട്ടും മാറുന്നു. കറക്റ്റ് ആൻസർ അത് തന്നെ കേട്ടോ. 54. 55ാമത്തെ ഇനി നമ്മൾ ഫലങ്ങളെക്കുറിച്ചാണ്, ഫ്രൂട്ട്സുകളെക്കുറിച്ചാണ്, പൂക്കളെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. പലതരത്തിലുള്ള സസ്യങ്ങളുണ്ട്. പൂക്കുന്ന സസ്യങ്ങളും പൂക്കാത്ത സസ്യങ്ങളുമുണ്ട്. പൂക്കുന്ന പൂവുകളുണ്ട്. സസ്യങ്ങളിൽ പൂക്കുന്നതും പൂക്കാത്തതും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കായ്കളെക്കുറിച്ച് പഠിക്കാം കുഞ്ഞുങ്ങളെ, ഫ്രൂട്ട്സുകളെക്കുറിച്ച് അല്ലെ ഫലങ്ങളെക്കുറിച്ച് പഠിക്കാം. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്സ്. Is there any relation between the number of ovaries and the number of fruits? ബീജസങ്കലനത്തിന് ശേഷം അണ്ടാശയം വളർന്നാണല്ലോ ഫലമുണ്ടാകുന്നത്. ഈ അണ്ടാശയത്തിൻ്റെ എണ്ണവും ഫലത്തിൻ്റെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. യെസ്, ബന്ധമുണ്ട്. ദ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഈസ് റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് ഓവറീസ് കേട്ടോ. 56ാമത്തെ ചോദ്യം, എ ബിറ്റർ ഗാർഡ് ഫ്ലവർ ഹാസ് ഓൺലി 1 ovary. സോ ഹൗ മെനി ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഫ്രം ഇറ്റ്? പാവലിൻ്റെ പൂവിന് ഒരു അണ്ടാശയം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പടം ടെസ്റ്റ് തന്നിട്ടുണ്ടേ. പാവയ്ക്ക ഇല്ലേ കുഞ്ഞുങ്ങളെ, പാവയ്ക്ക. ഈ പാവലിൻ്റെ പൂവിന് ഒരു അണ്ടാശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര ഫലങ്ങൾ ഉണ്ടാവും? ഒരെണ്ണം മാത്രമേ ഉള്ളേ നമുക്ക് ഒരു ഫ്രൂട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ. ഓൺലി 1 ഫ്രൂട്ട്സ് കേട്ടോ. വാട്ട് ഈസ് എ സിമ്പിൾ ഫ്രൂട്ട്സ്? എന്താണ് ഈ ലഘു? സിമ്പിൾ എന്ന് വെച്ചാൽ ലഘു ഫ്ലവർ എന്ന് വെച്ചാൽ എന്താണ്? അത് കേൾക്കുമ്പോഴേ അറിയാം. എന്താ? എ സിമ്പിൾ ഫ്രൂട്ട് ദാറ്റ് ഈസ് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ. ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ലഘുഫലം എന്ന് പറയുന്നത്. ബിറ്റർ ഗാർഡ് പാവൽ അതുപോലാണ്. മാംഗോ, പയറുകൾ, ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക, പപ്പായ, ആപ്പിള്, തക്കാളി, ഇങ്ങനെയൊക്കെയുള്ളതിനെല്ലാം ഒരു പൂവിന് ഒരു ഒരു ഫലം എന്നുള്ള രീതിയിലാണ് കേട്ടോ. 57ാമത്തെ. അടുത്ത 58. അപ്പോൾ ഒരെണ്ണമാണെങ്കിൽ നമ്മൾ ലഘു ഫലം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒന്നിൽ കൂടുതലാണെങ്കിലോ പുഞ്ചഫലം കേട്ടോ. ഇഞ്ചയാണ് ഉണ്ടെങ്കിൽ കേട്ടോ, പുഞ്ചഫലം എന്നാണ് പറയുന്നത്. അഗ്രിഗേറ്റ് കേട്ടോ. പുച്ഛമല്ലേ, പുഞ്ചഫലം.
എല്ലാവർക്കും അങ്ങ് പുച്ഛവ എന്ന് പറയത്തില്ലയോ, അതല്ല, പുഞ്ചഫലം കേട്ടോ. അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്. എ ഫ്രൂട്ട് ദാറ്റ് ഡെവലപ്സ് ഫ്രം എ സിംഗിൾ ഫ്ലവർ വിത്ത് മൾട്ടിപ്പിൾ ഓവറീസ് ഈസ് കാൾഡ് ആൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട്. കസ്റ്റാർഡ് ആപ്പിൾ ഈസ് ആൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട്. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങളുണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങളും അവിടെ ഉണ്ട്. ഒരു അണ്ടത്തിന് ഒരു പൂവ് അല്ലേ, ഒരു ഫ്രൂട്ട്സ് അല്ലേ, ഒരു ഫലം. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അല്ലേ, ഒന്നിൽ കൂടുതൽ ഫലങ്ങളും ഉണ്ടാകും. ഒരു പൂവിനകത്ത് ഒന്നിലധികം അണ്ഡാശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകും. ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ് പുഞ്ചഫലങ്ങളെന്ന് പറയുന്നത്. പുഞ്ച ഞായാണ്. അതിൻ്റെ എക്സാമ്പിള് കസ്റ്റാർഡ് ആപ്പിള്, സീതപ്പഴം, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, പൈനാപ്പിൾ, ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. ഇനി സീഡ്ലെസ് ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ, വിത്തുകൾ കുരു ഇല്ലാത്ത ഫ്രൂട്ട്സുകളുണ്ട്. അതാണ് പൈനാപ്പിള്, ബനാന. ഇപ്പം ബനാന പറയാൻ പറ്റത്തില്ല നിങ്ങളെ, ഇപ്പോഴത്തെ പഴത്തിനകത്തും ചെറിയ ചെറിയ കുരുകളുണ്ട് കേട്ടോ ഇപ്പോഴത്തെ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നത് ഇൻഫ്ലോറസെൻസ്, പൂങ്കുലകളെ കുറിച്ചാണ്. ഒരു പൂവ് മാത്രമാണെങ്കിൽ നമ്മളിപ്പോൾ റോസാപ്പൂവ്, മുല്ലപ്പൂവിനൊക്കെ ഓരോ പൂവ് വെച്ച് പറയാം. കുലയായിട്ട് വരുന്നതിന് പൂങ്കുലകൾ, അതിനെയാണ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. പൂങ്കുലകൾ ഫലമുണ്ടാകുന്നത്, അതായത് ഒബ്സർവ് ദ ഫ്രൂട്ടിങ് ഓഫ് ഇൻഫ്ലോറസെൻസ്. ഓക്കെ, ഇൻഫ്ലോറസെൻസ് ഇൻ മാംഗോ, ബനാന എക്സെട്ര, ഈച്ച് ഫ്ലവർ ബിക്കം എ ഫ്രൂട്ട്. നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട് അത് കേട്ടോ. ദ ഫ്രൂട്ട്സ് ഫോംഡ് ആർ സീൻ ആസ് സെപ്പറേറ്റ് ഫ്രൂട്ട്സ് ബട്ട് ഫ്രൂട്ട്സ് ട്രീ ടു ഫോം എ സിംഗിൾ ഫ്രൂട്ട്. നമ്മൾ ഈ മാവ് മൊത്തത്തിൽ കണ്ടോ പൂത്തൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതിനകത്ത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നെങ്കിലും ആ ഓരോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മാങ്ങയുടെ? അതുപോലെ തന്നെ വാഴ അല്ലേ, ബനാനയുടെ അതിങ്ങനെ കൊലച്ച് കൂമ്പായിട്ട് ഇറങ്ങുമ്പം അതിൻ്റെ ആ ഓരോ തട്ടുകളായിട്ട് ആ കൊലയുടെ അല്ലേ ഇറങ്ങുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് രണ്ട് രീതിയിലാണ് കേട്ടോ. 60-ാമത്തെ, അതായത് മാവിൻ്റെ പൂങ്കുലയിലെ ഓരോ പൂവും ഓരോ മാങ്ങയായിട്ട് അങ്ങ് മാറുന്നു. മാവ്, വാഴ എന്നിവയുടെ പൂങ്കുലകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വേറിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. സംയുക്ത ഫലം എന്നാൽ എന്താണ്? മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം ദ ഇൻഫ്ലോറസൻസ് ഓഫ് കമ്പൈൻ എ സിംഗിൾ ഫ്രൂട്ട്സ്. സച്ച് ഫ്രൂട്ട്സ് ആർ കാൾഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. എക്സാമ്പിൾ പൈനാപ്പിൾ, വൈൽഡ് ജാക്ക് ഫ്രൂട്ട്, ബ്രീഡ് ഫ്രൂട്ട്, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ആണ്. ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലമാകുന്നതാണ് സംയുക്ത ഫലം എന്ന് പറയുന്നത്. ആഞ്ഞിലിച്ചക്ക, ചീമച്ചക്ക, സാധാരണ നമ്മുടെ ചക്ക, ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. അടുത്തത് സ്യൂഡോ ഫ്രൂട്ട്സ്, കപടഫലങ്ങൾ. സ്യൂഡോ ഫ്രൂട്ട്സ്, കപടഫലങ്ങൾ. അണ്ഡാശയമല്ലാതെ പൂവിലെ മറ്റു ഭാഗങ്ങളും ഫലമായിട്ട് മാറുന്നുണ്ട്. ഇവയാണ് കപടഫലങ്ങൾ എന്ന് പറയുന്നത്. കശുമാവ്, സബർജലി, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. സംടൈംസ് പാർട്ട് ഓഫ് ദ ഫ്ലവർ അതർ ദാൻ ദ ഓവറി ആൾസോ ബിക്കം ഫ്രൂട്ട്. ദീസ് ആർ സ്യൂഡോ ഫ്രൂട്ട്സ്. കാഷ്യൂ, സ്ട്രോബെറി, ആപ്പിൾ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഞാനൊരു ഇച്ചിരി സ്പീഡിൽ പോകുന്നത് നമ്മുടെ ഈ ചാപ്റ്റർ മൊത്തം ഉള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ. നിങ്ങൾ സമാധാനത്തെ ഇരുന്ന് വേണം ഇത് എഴുതിയെടുത്ത് പഠിക്കാൻ. വിച്ച് പാർട്ട് ഓഫ് എ കാഷ്യൂ ലുക്ക് ലൈക്ക് എ ഫ്രൂട്ട്? എ കാഷ്യൂ ദ പെഡിസെൽ ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്സ്. ഏത് ഭാഗമാണ് മാങ്ങയിൽ ഫലം പോലെ ആയത്? നമ്മുടെ പറങ്ങാണ്ടി അല്ലേ, പറങ്ങാണ്ടി നമ്മൾ അറിയത്തില്ലേ കുഞ്ഞുങ്ങളെ അല്ലേ? കശുമാവ്, ഓരോ നാട്ടിലും ഓരോ പേരല്ലേ. ഈ കശുമാങ്ങയിൽ ഫലം എങ്ങനെയാണെന്ന് നോക്കിക്കേ. കശുമാങ്ങയിൽ അതിൻ്റെ പൂവിൻ്റെ ഞെട്ട്, പെഡിസൽ വളർന്നാണ് അത് ഫലമാകുന്നത് കേട്ടോ. ഓരോന്നും സമാധാനത്തെ, കാരണം ഞാൻ ഈ വായിക്കുന്നത് ചിലപ്പോൾ സ്പീഡിൽ പോകുമ്പോൾ തെറ്റൊക്കെ കാണുമായിരിക്കും കേട്ടോ. ഞാൻ അങ്ങ് എല്ലാം ശരിയായിട്ടെല്ലാം ഒന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നോട്ട് കറക്റ്റായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഞാൻ ചിലപ്പോൾ സ്പീഡ് കൂടുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞൊക്കെ പോകുമായിരിക്കാം. നിങ്ങൾ നോട്ട് കറക്റ്റാവും നിങ്ങളെ, അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. 64-ാമത്തെ ചോദ്യം, ഈ കപടഫലം അല്ലേ, സ്യൂഡോ ഫ്രൂട്ട്സ് അല്ലേ, ഈ കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാനായിട്ട് ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങളതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഫ്ലോറിക്കൾച്ചർ ആവും നിങ്ങളെ. പുഷ്പകൃഷി, ഫ്ലോറിക്കൾച്ചർ. പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതാണ് പുഷ്പകൃഷി എന്ന് പറയുന്നത് കേട്ടോ. ഫ്ലോറിക്കൾച്ചർ എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലവർ നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്, അത് എഴുതാൻ മറന്നുപോയി. ഫ്ലവർ ഫാമിംഗ് ഓർ ഫ്ലോറിക്കൾച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ്, ഗ്രോയിങ് ആൻഡ് നർട്ടറിങ്. ഞാൻ കാണിക്കാം.
ഫ്ലവറിങ് ആൻഡ് നർട്ടറിങ് എന്നാട്ടോ. ഫ്ലവറിങ് ആൻഡ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് കൊമേഴ്സ്യലി വായിക്കാൻ അറിയണേ. ഓക്കെ ആണോ? ഫ്ലവർ ഫാമിംഗ് ഓർ ഫ്ലോറിക്കൾച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ്, ഗ്രോയിങ് ആൻഡ് നർട്ടറിങ് ഫ്ലവറിങ് ആൻഡ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് കൊമേഴ്സ്യലി. പൂക്കൾ വയ്ക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ തമിഴ്നാട്ടിൽ അല്ലേ പോയപ്പോൾ ഇതുപോലെ സൂര്യകാന്തി ഞങ്ങൾ പോയിനകത്തിലൊക്കെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു നിങ്ങൾ കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഫ്ലോറിക്കൾച്ചർ, പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതാണ് പുഷ്പകൃഷി. നമ്മൾ ഈ പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാവും നിങ്ങളെ? മെഡിസിന് കേട്ടോ, മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. തേൻ ഉണ്ടാക്കാൻ, അതായത് ഡൈസ്, ചായങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പെർഫ്യൂംസ്, ഫുഡിന്, ഡെക്കറേഷനും ഒക്കെ നമ്മൾ പൂക്കൾ കേട്ടോ. ഇത് നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്. 67. 68 വാണിജ്യ ആവശ്യങ്ങൾക്കായി വളർത്തുന്ന പൂച്ചെടികൾ. നമ്മൾ പൂക്കട മീൻസ് പൂവൊക്കെ വിൽക്കുന്ന സ്ഥലമില്ലേ, അവിടെ ചെന്നിട്ട് നമ്മളെന്താ ഫ്ലവറിങ് പ്ലാന്റ്സ് വിച്ച് ആർ ദ കൊമേഴ്ഷ്യലി സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ, വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും റോസ്, ലില്ലി, ഓർക്കിഡ്, ഇപ്പം എല്ലാം ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതിയാൽ മതി. ഒരു പൂ വിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള എന്തുവായാലും ഇഷ്ടം പോലെ വെച്ചേക്കുന്നത് അല്ലേ. 2 വട്ടം ഇത് പൂക്കത്തുള്ളൂ, പിന്നെ നമുക്ക് ഭയങ്കര നഷ്ടമല്ലേ. അത്രയേ ഉള്ളൂ. ആദ്യത്തെ ആ ഒരു ഇതൊക്കെ ഉള്ളൂ. ഇനി ആന്തൂറിയം ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് പ്ലാന്റ്സ് ഇൻ ഫ്ലോറിക്കൾച്ചർ കേട്ടോ. ആന്തൂറിയം ആണ് ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പടം ഉൾപ്പെടെ അല്ലേ. നമ്മൾ അത് ആ കടകളിലൊക്കെ നിൽക്കുന്നതാണ്, എന്ത് ഭംഗിയാണ്. പുഷ്പകൃഷി കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം കുഞ്ഞുങ്ങളെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. നമ്മുടെ ഈ പൂ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണ്? കൾട്ടിവേഷൻ ഓഫ് മെഡിസിനൽ ഫ്ലവർ, ഔഷധങ്ങൾക്ക് ആവശ്യമായ പൂക്കൾ. കൾട്ടിവേഷൻ ഓഫ് ഡെക്കറേറ്റീവ് ഫ്ലവേഴ്സ്, അലങ്കാരങ്ങൾക്ക് ആവശ്യമായ പുഷ്പങ്ങൾ. കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സ് ഫോർ വർഷിപ്പ്, പൂജകൾക്കൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, അമ്പലങ്ങളിലും ഒക്കെ പൂജയ്ക്ക് നമുക്ക് പൂക്കൾ വേണം അല്ലേ. പിന്നെ എംപ്ലോയ്മെൻറ്റ് പോസിബിലിറ്റീസ്, നിരവധി തൊഴിലവസരങ്ങൾ. ഇങ്ങനെ വലിയ ഇതൊക്കെ നടത്തുന്നവർക്ക് ഒരുപാട് തൊഴിലുകൾ കിട്ടുന്നുണ്ട് അല്ലേ. നിരവധി തൊഴിലവസരങ്ങളും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എക്കണോമിക് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ലെറ്റ്സ് അസസ് ആണ്, അത് നമുക്ക് ഒരു പാർട്ട് സെപ്പറേറ്റ് ഇടാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സമാധാനത്തെ ഇരുന്ന് നിങ്ങൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ്. കണ്ടോ, ഇഷ്ടം പോലെ എഴുതിയിരിക്കുന്നത്. കാരണം ഈ ഇങ്ങനെയുള്ള പേപ്പറിൽ എന്താണെന്ന് കുഞ്ഞുങ്ങളെ, ഒരു വശം മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലാതെ ഞാൻ 2 വശം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എല്ലാ പേപ്പർ അതറിയാം. ഇപ്പുറത്തെ വശം എഴുതിയാൽ ഞാനിത് നിങ്ങളെ കാണിക്കുമ്പോഴേ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം എല്ലാ കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളത് വൃത്തിയായിട്ട് എഴുതി എടുത്തിട്ട് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത പാഠം തുടങ്ങാം. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ എല്ലാ വിഷയത്തിൻ്റെയും നമ്മൾ ഇടുന്നുണ്ട്, ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.